ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഒരു ആക്ടിവിറ്റിയുമായിട്ടാണ്. കംപ്ലീറ്റ് ദ പിക്ചർ സ്റ്റോറി കാർഡ്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. പിക്ചർ സ്റ്റോറി കാർഡ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. സം ഓഫ് ദ ഈവൻറ്റ്സ് ആർ ഗിവൺ. റൈറ്റ് ദ ഈവൻറ്റ്സ് ഇൻ ദ ഗിവൺ സ്പേസ് ആൻഡ് ആഡ് പിക്ചേഴ്സ് വെയറെവർ നെസസറി. ഗിവ് എ സൂട്ടബിൾ ടൈറ്റിൽ. എന്താണ് പറയുന്നത്? ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സിന് അനുയോജ്യമായ സെൻറ്റൻസസ് അവിടെ എഴുതുക. ചിലതിന് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിനനുയോജ്യമായ പിക്ചർ വരക്കുക. പിന്നെ കൂടാതെ നമുക്ക് കഥയിൽ സാധാരണ എന്തുണ്ടാവും? ഒരു ടൈറ്റിൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ടൈറ്റിലും കൂടി കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇവിടെ കൊടുത്തത് വായിച്ചു നോക്കാം. When he was fond of plants, one day he got a sapling. He decided to plant the sapling in his orchard. എന്താണ് പറയുന്നത്? റെനി എന്താണ്? പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്, ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ്. സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈകൾ, ചെടിയുടെ തൈകൾ, അതിനാണ് സാപ്ലിംഗ് എന്ന് പറയുക. അപ്പോൾ ഒരു ദിവസം റെനിക്ക് ഒരു ചെടിത്തൈ കിട്ടി. പിന്നെ എന്താ? ഹി ഡിസൈഡഡ് ടു പ്ലാന്റ് ദ സാപ്ലിംഗ് ഇൻ ഹിസ് ഓർക്കാർഡ്. അപ്പോൾ അവൻ ആ തൈ അവൻ്റെ ഗാർഡനിൽ നടാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തെ പിക്ചർ നമുക്ക് നോക്കി നമ്മൾ സ്വയം എന്താണ് കാര്യങ്ങളെന്ന് എഴുതണം. ഇവിടെ നമ്മൾ കാണുന്നത് ആ കുട്ടി റെനി എന്താണ് സാപ്ലിംഗ് അല്ലെ, ആ തൈകൾ നടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റെനി പ്ലാന്റ് ദ സാപ്ലിംഗ് ഇൻ ദ ഫോറസ്റ്റ്. റെനി ആ തൈ കാട്ടിൽ നടുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത പിക്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത് റെനി വെള്ളം ഒഴിക്കുന്നുണ്ട്. റെനിൻ്റെ ചുറ്റും കുറച്ച് ആനിമൽസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. റെനി ആൻഡ് ഹിസ് ആനിമൽ ഫ്രണ്ട്സ് വെയർ വാട്ടറിങ് ദ പ്ലാന്റ്സ് എവറി ഡേ. റെനിയും അവൻ്റെ മൃഗങ്ങളായ കൂട്ടുകാരും ഈ ചെടിക്ക് ദിവസവും വെള്ളം കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത പിക്ചറിൽ ഓരോ മൃഗങ്ങളും റെനിയെ സഹായിക്കുന്നുണ്ട് എന്നതാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കിയാലോ. ഈച്ച് ആനിമൽ ഹെൽപ്പ് റെനി ടു വാട്ടറിങ് ദ പ്ലാന്റ്. ഓരോ മൃഗങ്ങളും റെനിയെ വെള്ളമൊഴിക്കാൻ വേണ്ടി സഹായിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്ന ചിത്രത്തിലുള്ളത് ആ തൈ കുറച്ചുകൂടി ഒരു മരമായി മാറുന്നുണ്ട് അല്ലേ, കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോഴും ആ റെനിയും അവൻ്റെ ഫ്രണ്ട്സും ആ മരത്തെ കെയർ ചെയ്യുന്നുണ്ട്. അതാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ട്രീ ബിക്കം ബിഗ്. സ്റ്റിൽ ഓൾ ഓഫ് ദം കെയർ ഇറ്റ് പെർഫെക്റ്റ്ലി. എന്തായിരുന്നു? കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചെടി വലിയൊരു മരമായി മാറി. എന്നാലും അവരതിനെ, റെനിയും അവൻ്റെ ഫ്രണ്ട്സും അതിനെ എപ്പോഴും നല്ല രീതിയിൽ കെയർ ചെയ്യുമായിരുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് പിക്ചർ കൊടുത്തിട്ടില്ല, അതിന് പകരം സ്റ്റോറി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനനുയോജ്യമായ പിക്ചർ നമ്മൾ വരച്ച് ചേർക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റോറി ഒന്ന് വായിച്ച് നോക്കിയാലോ. One day a mongoose came there. It began to make a burrow under the tree. The monkey saw it. He informed his friends. എന്താണ് ഇതിൻ്റെ മലയാളം? ഒരു ദിവസം അവിടെ ഒരു മംഗൂസ് വന്നു. മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരിയാണ്. കീരി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മാളമുണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ആര് കാണുന്നുണ്ടായിരുന്നു? മങ്കി കാണുന്നുണ്ടായിരുന്നു അല്ലേ. മങ്കി എന്ത് ചെയ്തു? ഈ കാര്യം അവൻ്റെ കൂട്ടുകാരെ അറിയിച്ചു. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇവിടെ വരയ്ക്കേണ്ടത് എന്താണ്? ഒരു വലിയ മരം വരക്കുക, അതിൻ്റെ ചുവട്ടിൽ മംഗൂസ് കീരി ഒരു മാളം ഉണ്ടാക്കുന്നത് വരക്കുക. ഇത് മറ്റൊരു മരത്തിലിരുന്ന് ആര് കാണുന്നുണ്ട്? മങ്കി കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വരച്ച് ചേർക്കേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? ഏകദേശം ഒരു പിക്ചർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അത് നോക്കി വരക്കുക. അടുത്തതും ഒരു പിക്ചർ വരയാനാണ്. ഇവിടെ സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഓൾ ദ ആനിമൽസ് ടുഗദർ ഡ്രോവ് ദ മംഗൂസ് അവേ. അങ്ങനെ എല്ലാ ആനിമൽസും ചേർന്ന് മംഗൂസിനെ, കീരിയെ ഓടിച്ചു വിട്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആ ഒരു പിക്ചറും ഞാൻ ഏകദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പിക്ചറിൽ എന്താണ്? റെനിയും കൂട്ടുകാരും ആപ്പിൾ പെറുക്കി തിന്നുകയാണ് അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് ദ ആപ്പിൾ ട്രീ ഗ്രൂ അഗെയിൻ. ഇറ്റ് ഹാഡ് മോർ ആപ്പിൾസ്. ആനിമൽസ് ആൻഡ് ബേർഡ്സ് കെയിം ദർ എവറി ഡേ ആൻഡ് എയ്റ്റ് ദ ഫ്രൂട്ട്സ് വിത്ത് റെനി. ദേ ലിവ് ടുഗദർ വിത്ത് ഗ്രേറ്റ് ജോയ്. ഇനി ഇതിൻ്റെ മീനിങ് നോക്കാം. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ആപ്പിൾ ട്രീ വലുതായി, വീണ്ടും വലുതായി. അങ്ങനെ അതിൽ ധാരാളം ആപ്പിൾസ് ഉണ്ടായി.
അങ്ങനെ ആനിമൽസും ബേർഡ്സും ഒക്കെ ഈ ആപ്പിൾ തിന്നാൻ വേണ്ടി ദിവസവും വരും. അങ്ങനെ റെനിയും കൂട്ടുകാരും സന്തോഷത്തോടെ ആ ആപ്പിളൊക്കെ തിന്നു ജീവിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊരു ടൈറ്റിൽ കൊടുക്കാനുണ്ടല്ലേ, ഹെഡിങ്. ആ ടൈറ്റിൽ നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ഒരു ടൈറ്റിൽ പറയുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർ കൂടി അയച്ചു കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക, ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ്, ഇനി നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്കിതിന് അനുയോജ്യമായ ടൈറ്റിൽ എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുക? റെനി ആൻഡ് ഹിസ് ആനിമൽ ഫ്രണ്ട്സ് എന്ന് കൊടുക്കാം. ഇല്ലെങ്കിലോ, ഇനി ഇവിടെ ആനിമൽ ഒഴിവാക്കിയിട്ട് റെനി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എന്നും കൊടുക്കാം. ഇല്ലെങ്കിൽ വേറെ എന്താ, ആപ്പിൾ ട്രീ എന്ന് മാത്രം കൊടുക്കുകയും ചെയ്യാം അല്ലേ. അതപ്പോൾ ഇനി ഇതല്ല വേറെ ഏതെങ്കിലും ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതും കൊടുക്കാം. ഓക്കെ, താങ്ക് യു.